ഇലക്ഷൻ അടുക്കുമ്പോൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കേരളത്തിൻ്റെ അല്ല ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യാത്രകൾ സംഘടിപ്പിക്കും, യോഗങ്ങൾ സംഘടിപ്പിക്കും. കേരളത്തിൽ നമുക്കറിയാം, ഇലക്ഷൻ അടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഈ യാത്രകൾ, ജാഥകളൊക്കെ പറയുന്നത്. ഇതിന് ചരിത്രാതീത കാലം മുതൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കാര്യമാണ് ഈ യാത്രകൾ, ജാഥകൾ എന്നൊക്കെ പറയുന്നത്. ഇലക്ഷൻ ആകുമ്പോൾ പ്രവർത്തകരെ ഒന്ന് ഉണർത്താനും ആവേശം കൊള്ളാനും പ്രവർത്തനമൊക്കെ ഏകീകരിക്കാനും ഒക്കെ കൂടിയാണ് ഇത്തരം യാത്രകൾ നടത്താറുള്ളത്. നമ്മുടെ ഈ അടുത്ത കാലത്ത് 4 യാത്രകളാണ് കേരളത്തിൽ നടന്നത്. തുടക്കം നമ്മുടെ നികുതി പണം കൊണ്ട് പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്രയാണ്. നവകേരള ബസ്സിൽ കാറുകളുടെയും ജീപ്പുകളുടെയും പോലീസിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ബസ് വന്ന് ഇറങ്ങുന്നു. മറ്റേ സെലിബ്രിറ്റീസ് ഒക്കെ വരുമ്പോൾ വരുന്ന പോലെ. അതാണ് ആലോചിച്ച് നോക്കണം. നമ്മൾ വോട്ട് കുത്തി വിജയിപ്പിച്ച ജനപ്രതിനിധികൾ നമ്മുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ നിയമസഭയിലേക്ക് വിട്ട ആളുകൾ വലിയൊരു ആഡംബര ബസ്സിൽ നമ്മൾ അവിടെ പോയി ക്യൂ നിന്ന് അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വലിയൊരു ആഡംബര ബസ്സിൽ വന്നിറക്കുന്നു. ഗൺമാന്മാർ പൊതിയുന്നു, അവരകത്ത് കയറി പോകുന്നു, ആ സ്റ്റേജിൽ നമ്മളെ നോക്കി പ്രസംഗിക്കുന്നു, പോകുന്നു. ഇതായിരുന്നു നവകേരള യാത്ര. അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു, പൗര പ്രമുഖരെ പ്രത്യേകം കാണുന്നു, അകത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ അടിക്കുന്നു, ചവിട്ടുന്നു, വലിച്ചെറിയുന്നു. അങ്ങനെ ഒരു കലാപരിപാടിയായിരുന്നു നവകേരള യാത്രയിലൂടെ സംഭവിച്ചതും പോയതും ഒക്കെ. അതായത് ഗവൺമെന്റ് പണം, പാർട്ടി സംവിധാനം, അതായിരുന്നു നവകേരള യാത്ര എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് അതിന് ബദലായിട്ട് UDFന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വേറൊരു യാത്ര നടത്തി. എല്ലാ മണ്ഡലങ്ങളിലും ഇതിന് സമാനമായിട്ട് യോഗങ്ങൾ നടത്തി. വലിയ വിജയമൊന്നും കണ്ടില്ല, ചർച്ചയുമായില്ല. അതിനുശേഷം ഇവര് സമരാഗ്നി എന്നും പറഞ്ഞ് കോൺഗ്രസ് മറ്റൊരു ജാഥ പ്രഖ്യാപിക്കുന്നു. NDAയുടെ റാലിയുമായിട്ട് K സുരേന്ദ്രൻ വരുന്നു. SDPIയുടെ ജനമുന്നേറ്റ യാത്രയുമായിട്ട് മൂവാറ്റുപുഴ അശോക് മൗലവി വരുന്നു. ഇതായിരുന്നു കേരളം കുറച്ചധികം ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രകൾ. പക്ഷേ ഈ യാത്രകളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പഴയ ഒരു യാത്ര, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള NCPയുടെ നേതാവ് ഉഴവൂർ വിജയൻ, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം നടത്തിയ ഒരു ഉണർത്ത് യാത്രയുണ്ട്. കേരളത്തിലെ ഉറങ്ങി കിടക്കുന്ന ഭരണ പ്രതിപക്ഷങ്ങളെ ഉണർത്താൻ വേണ്ടിയുള്ള ഉണർത്ത് യാത്ര ഉഴവൂർ വിജയന്റെ. അത് വളരെ മനോഹരമായിരുന്നു. അതൊന്നും അല്ലാതെ ഇവിടെ RJD യാത്ര നടത്താറുണ്ട്. അങ്ങനെ കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യാത്ര നടത്താറുണ്ട്. അപ്പോൾ ഈ യാത്രകൾ നമുക്കിപ്പോൾ കണ്ട 4 യാത്രകളുടെ ഒരു കാര്യം എടുത്താൽ നമുക്ക് നവകേരള യാത്ര, സർക്കാരിന്റെ നികുതി പണം കൊണ്ട് ജനങ്ങളെ കാണാൻ മാവേലി തമ്പുരാൻ എഴുന്നള്ളി എന്നൊക്കെ പറഞ്ഞ് തോളുകൾ വന്ന യാത്ര. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല. കേരളം കടം കൊണ്ട് മുടിഞ്ഞ് വലഞ്ഞ് 5, 6, 7 മാസമായിട്ട് പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാതെ ശമ്പളങ്ങൾ പലർത്തും കുടിശ്ശിക്കായി കിടക്കുമ്പോൾ ഇങ്ങനൊരു യാത്ര നടത്തി, ഇങ്ങനൊരു ധൂർത്ത് നടത്തി ജനങ്ങളെ പട്ടിണിയിലാക്കണമായിരുന്നു എന്ന് സമൂഹത്തിലെ എല്ലാവരും ചോദിച്ചൊരു യാത്രയായിരുന്നു നവകേരള യാത്ര. അതിനുശേഷം നടത്തിയ 3 യാത്രകൾ, നമ്മൾ കോൺഗ്രസിന്റെ സമരാഗ്നി എടുത്താലും അത് കോൺഗ്രസിന്റെ പണം കൊണ്ടാണ്. നന്നായിട്ട് പൈസ ആരൊക്കെ സ്പോൺസർ ചെയ്ത് ബക്കറ്റ് പിരിവ് നടത്തിയൊക്കെയാണ്. ഇതിന്റെ ഇടയിൽ ഒരു ചിത്രം പ്രചരിച്ചായിരുന്നു, നോട്ടിൽ നിന്ന വിഷയം കൊണ്ട് പൈസ ഉണ്ടെന്ന്. യാത്ര നടത്താൻ കാശ് വേണം, അതിന് പല മുതലാളിമാരൊക്കെ സഹായിക്കും, സ്പോൺസർഷിപ്പ് ഒക്കെ കൊടുക്കും, സ്വാഭാവികം. രാഷ്ട്രീയ പാർട്ടിക്കാർക്കല്ലാതെ വരുന്ന പൈസ അല്ലേ. അപ്പൊ അങ്ങനെ തുടങ്ങി, കാസർഗോഡ് നിന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് മലബാർ ഏരിയയിൽ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ലീഗിന്റെ ഒക്കെ ഒരു സംയുക്ത ലീഗിനൊപ്പം അങ്ങ് യാത്ര നടന്നതുകൊണ്ട് ലീഗിന്റെ വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നു. അവിടെ എല്ലാത്തിലും നല്ല ആളുകളായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോയി. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും എല്ലാ ജില്ലകളും ഒക്കെ കേന്ദ്രീകരിച്ച് പോയി സംസാരിച്ച് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC പ്രസിഡന്റും വലിയ വിഷയമില്ലാതെ അങ്ങ് പോയി. അതുകൊണ്ട് ആലപ്പുഴ എത്തിയപ്പോഴാണ് ഇത് ഏതാണ്ട് മലപ്പുറത്തൊക്കെ വലിയ ആളായിരുന്നു. മലപ്പുറം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയ പോക്കിന് ഒരു സ്പീഡും കണ്ടില്ല. കാസർഗോഡ് നിന്ന് തുടങ്ങി അതിനുശേഷം മലപ്പുറത്ത് വലിയ ആളുകളെ കണ്ടു. അതിനുശേഷം പിന്നെ ആലപ്പുഴ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു യാത്ര ഉണ്ടെന്ന് ജനങ്ങൾ അറിയുന്നത്. ആ യാത്രയിൽ വെച്ചിട്ടാണ് മൈ ഡിയർ, അല്ലെങ്കിൽ തമിഴിലെ മുടി എന്ന അർത്ഥം പറയുന്ന രീതിയിൽ അയാൾ എവിടെ പോയി കിടക്കുകയാണെന്ന് നമ്മുടെ
KPCC പ്രസിഡന്റ് സുധാകരൻ ചോദിച്ചതും പിന്നെ അത് അദ്ദേഹം എന്റെ ജ്യേഷ്ഠ തുല്യരാണ്, ഞങ്ങളിടയ്ക്ക് അങ്ങനെയൊക്കെ വിളിക്കാറുണ്ടെന്ന് പ്രതിപക്ഷ നേതാവിന് പറയേണ്ടി വന്നതും ആ യാത്രയിലാണ്. അത് പിന്നെ പത്തനംതിട്ടയിലെത്തിയപ്പോൾ പത്തനംതിട്ട MP ആന്റോ ആന്റണി സുധാകരന് പകരം സുരേന്ദ്രൻ, KPCC പ്രസിഡന്റ് സുരേന്ദ്രൻ എന്ന് പറഞ്ഞതും അത് വീണ്ടും ചർച്ചയായിരുന്നു. അത് പത്തനംതിട്ടയിൽ. അതിനുശേഷം ഇത് തിരുവനന്തപുരത്ത് സമാപിക്കാനെത്തി. സമാപനത്തിന് അത്യാവശ്യം നല്ല ആളും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ആദ്യം തന്നെ ക്രമീകരണങ്ങളൊക്കെ നടത്തി ശേഷം KPCC പ്രസിഡന്റ് സംസാരിക്കാൻ വന്നിട്ട് അദ്ദേഹം വളരെ വിഷമിച്ച്, ഒരു പാവം നിഷ്കളങ്കനായ മനുഷ്യൻ എങ്ങനെ സംസാരിക്കും ആ രീതിയിൽ അങ്ങ് സംസാരിച്ചു. എനിക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല, നിങ്ങൾ എന്നോട് എന്താണ് കാണിച്ചത്, നിങ്ങൾ ഇവിടെ ഇരിക്കാതെ എണ്ണിച്ചു പോവുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിഷണ്ണനായിട്ട്. ഇതിന്റെ മറ്റൊരു വർഷം പിണറായി വിജയൻ ചൂടാവുന്നത് നമ്മൾ പണ്ട് ഒരു സംസ്ഥാന സമ്മേളനത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോ അതേ ഒരു ലൈനിന്റെ വേറൊരു ലൈൻ ഒന്ന് വിഷമിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടു. അദ്ദേഹം വളരെ വിഷണ്ണനായിട്ട്, നിങ്ങൾ പരിപാടിക്ക് വന്നാൽ പൂർണ്ണമായി ഇവിടെ ഇരിക്കണം, നമ്മൾ വലിയ ചെലവ് നടത്തിയൊരു പരിപാടി നടത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിഷമിച്ചിരിക്കുന്നു. പിന്നെ പ്രതിപക്ഷ നേതാവ് വന്നിട്ട് അതിനെ ഒന്ന് മെരുക്കി സംസാരിക്കുന്നു. ക്ലൈമാക്സില് അവിടെയാണല്ലോ രസം. അതാണ് എനിക്ക് റിപ്പീറ്റ് വാച്ചുള്ള വീഡിയോ ആണ്, ഞാൻ വീണ്ടും വീണ്ടും കണ്ട വീഡിയോ ആണ്. ജനഗണ മംഗള, ശരിക്കും ജനഗണമന അധിനായക ജയ ഹേ ദേശീയഗാനം അങ്ങോട്ട് ആലപിക്കുന്നതിന് പകരം അദ്ദേഹം വന്നിട്ട് ആ കുളവാക്കാൻ ശ്രമിക്കുന്നു. ഉടനെ സിദ്ദിഖ് ഇടപെട്ടിട്ട് പിടിച്ചു മാറ്റിയിട്ട് CD ഇട്ടു എന്ന് പറയുന്നു. അതിനുശേഷം ഒരു വനിതാ പ്രവർത്തക വന്നിട്ട് ദേശീയഗാനം ആലപിക്കുന്നു. അങ്ങനെ അപഹാസ്യമായി പോയൊരു യാത്ര കേരള ചരിത്രത്തിൽ ഉണ്ടാവില്ല. അതിനുശേഷം നമുക്ക് NDAയുടെ സുരേന്ദ്രൻ നയിക്കുന്ന NDAയുടെ റാലിയാണ്. അതിന് ഭയങ്കര രസകരമാണ്. അത് കാസർഗോഡ് നിന്നും ആരംഭിച്ചു. കാസർഗോഡ് ഏതാണ്ട് 1,00,000 ആളുകൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ട് 1000-2000 പേരുകളെ എങ്ങാണ്ട് മാത്രം പങ്കെടുത്ത ഒരു റാലിയായി. JP നന്ദ വരുമെന്ന് പറഞ്ഞിട്ട് ആളിന്റെ കുറവായതുകൊണ്ട് അദ്ദേഹം വന്നില്ല. ഗോവ മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി. അതിനുശേഷം കണ്ണൂർ വന്നപ്പോൾ സുരേഷ് ഗോപി വന്നു. സുരേഷ് ഗോപിയുടെ ഗിമിക്കൊക്കെ വെച്ചു അധികം ആളുകൾ വന്നു. പിന്നെ കണ്ണൂർ കഴിഞ്ഞിട്ട് ആ ജാഥ എങ്ങോട്ടാ പോയെന്ന് ഒരു പിടിയില്ല. കണ്ണൂർ കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ പത്തനംതിട്ട വരുന്നു, കൊല്ലത്ത് പോകുന്നു, കോട്ടയത്ത് വരുന്നു, അതിനുശേഷം ആറ്റിങ്ങൽ പോകുന്നു, അതിനുശേഷം വീണ്ടും വയനാട്ടിൽ വരുന്നു, അതിനുശേഷം എറണാകുളത്ത് വരുന്നു, അതിനുശേഷം വേറെ എവിടെയോ പോകുന്നു, പിന്നെ കാണുന്നു കോഴിക്കോട് കാണുന്നു. കോഴിക്കോട് പിന്നെ വന്നപ്പോൾ ഇങ്ങനെ ജാഥ ഇവിടെ നടക്കുന്നുണ്ട്, ആറ്റിങ്ങൽ നിന്ന് നേരെ കോഴിക്കോട് എത്തിയെന്ന് ജനങ്ങൾ അറിയുന്നു. അതെന്താ അറിയോ? നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് SC ST നേതാക്കന്മാർക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞൊരു നോട്ടീസ് ഇറങ്ങി. അന്നേരം വീണ്ടും ഒരു ചർച്ചയായി. അല്ലെങ്കിൽ അങ്ങനെ ഒരു ജാഥയുടെ കാര്യം ജനങ്ങളും അറിയത്തില്ല, മനുഷ്യരും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അതിന് മുമ്പ് അതാണോ അതിനുശേഷമോ ഇവരാണെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ പണ്ടിറക്കിയ ഒരു പാട്ട് ജാഥയ്ക്കകത്തങ്ങിട്ട് അങ്ങനെ അത് ചർച്ചയായി. അങ്ങനെ ഈ 2 കാര്യം കൊണ്ട് മാത്രം ചർച്ചയായി. ഇത് തൃശ്ശൂർ ഭയങ്കരമായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് വലിയ പരിപാടിയായിട്ട് നടത്തി. ഞങ്ങൾ വിചാരിച്ചു തൃശ്ശൂർ ആ സമാപനമെന്ന്. പാലക്കാട് വന്നപ്പോഴും ജനങ്ങളുണ്ടായിരുന്നു. അപ്പൊ പാലക്കാട് സമാപനം പോലെയാണ് നടത്തിയത്. പിന്നെ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്ന പരിപാടി അങ്ങ് സമാപനമാക്കി. ഒരു ലക്കും ലഹാനും ഇല്ലാത്തൊരു ജാഥ, എന്തൊക്കെയോ കാട്ടി എന്തൊക്കെയോ അവസാനിപ്പിച്ചു. ഇനിയാണ് STPയുടെ ജാഥയിലേക്ക് വരുന്നത്. STPയുടെ ജാഥ ഞാൻ റിപ്പോർട്ട് ചെയ്ത ആളാണ്. മറ്റെല്ലാ ജാഥ ഈ പറയുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞ നവകേരള യാത്ര ഞാൻ കണ്ടയാണ്, അതുപോലെ സമരാഗ്നി കണ്ടയാണ്, NDAയുടെ ജാഥ കണ്ടയാണ്. അത് കഴിഞ്ഞിട്ടാണ് STPയുടെ ജാഥ. STPയുടെ ജാഥ ഞാൻ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നത് അത് മലപ്പുറത്തെ അതിന്റെ പര്യടനം കഴിഞ്ഞ് പാലക്കാട് എത്തിയപ്പോഴാണ്. പാലക്കാട് എത്തുന്ന ആ ദിവസമാണ് സലാം വിവാദം ഉണ്ടായത്. സലാം വിവാദം നിങ്ങൾക്കറിയാം, ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും അതുപോലെ തന്നെ STPയുടെ സംസ്ഥാന അധ്യക്ഷനും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉള്ളൊരു ചെറിയ ലിഫ്റ്റിൽ കണ്ടപ്പോൾ ഒന്ന് സലാം പറഞ്ഞു. അദ്ദേഹം സലാം മടക്കാതെ തിരിഞ്ഞു നിന്നു. ഒരു 5 പേര് മാത്രമുള്ളൊരിടത്ത്. ഒരിക്കലും ഒരു മുസ്ലിമിന് ചേർന്ന പരിപാടിയെല്ലാം അദ്ദേഹം ലീഗിന്റെ പ്രസിഡന്റിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ ഇട്ട വീഡിയോ ആണ് ഞാൻ ഈ വിഷയത്തിൽ ആദ്യം ചെയ്യുന്ന വീഡിയോ. അതിനുശേഷം പാലക്കാട് വന്നപ്പോൾ പാലക്കാട് ഞാൻ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. പല നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു. അന്ന് ആ റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് STPയുടെ ജാഥ കൂടുതലായിട്ട് ശ്രദ്ധിച്ചതും റിപ്പോർട്ട് ചെയ്തതും. പാലക്കാടുള്ള ഒരാള് അതെന്താന്ന് വെച്ചാൽ പാലക്കാട് ഒരുപാട് കേസുകളും ബഹളങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടക്കുന്നിടത്ത് ഇത്രയും വലിയൊരാളെ കൂട്ടാൻ അവർക്ക് സാധിച്ചു. അത് ഞാനത് റിപ്പോർട്ട് ചെയ്തു. കൃത്യമായിട്ട് പല സ്ഥലത്തും എത്തി. ഒരുപാട് സ്ഥലത്തുനിന്ന് പല ആളുകളും നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം
തൃശ്ശൂര് അത് പോയത് ഞാൻ റിപ്പോർട്ട് ചെയ്തു. തൃശ്ശൂരും ഭയങ്കര ആള് എന്താണെന്ന് വെച്ചാൽ BJPയും കോൺഗ്രസും അല്ലെങ്കിൽ CPM സംഘടിപ്പിച്ചതിനെക്കാട്ടി ഗവൺമെന്റ് സംഘടിപ്പിച്ചതിനെക്കാട്ടി ആളുകളെ അവർക്ക് തൃശ്ശൂർ അതിലും കൂടുതൽ ആളുകളെ എറണാകുളത്ത് സംഘടിപ്പിക്കാൻ പറ്റി. അതുപോലെ ഇപ്പൊ തെക്കൻ ജില്ലകളിൽ ഞാൻ പറഞ്ഞിട്ട് പത്തനംതിട്ട ഇത്ര ആൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തോ ജനക്കൂട്ടമായിരുന്നു. കൊല്ലത്ത് തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളെ തിരുവനന്തപുരത്ത് അവർക്ക് അണിയിലെത്താൻ പറ്റി. അവർ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആളുകൾ മാത്രമാണ്, അത് പൂർണ്ണമായും പറയാൻ പറ്റില്ലെങ്കിലും മറ്റു ജില്ലയിലും ആളുകൾ പോയിട്ടുണ്ടാവും. അപ്പോൾ സംഘാടക മികവ് കൊണ്ട് ഒരു വിവാദങ്ങളും ഉണ്ടാക്കാതെ ഒരു രീതിയിലും മുഖ്യധാര മാധ്യമങ്ങൾ ഒരു ചെറിയൊരു വാർത്തയായിട്ട് മാത്രം കൊടുത്ത ഒരു ജാഥ, അത് വലിയൊരു ഇമ്പാക്റ്റ് അതിന്റെ പ്രവർത്തകരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വരുന്ന ലോക്സഭാ ഇലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ 4 ജാഥയിൽ അവസാനം മൂവാറ്റുപുഴ ശോഭനവി ജയിക്കുന്ന ജാഥയിൽ കൃത്യമായിട്ട് അച്ചടക്കത്തോടു കൂടി തുടങ്ങിയെടുത്തുകൂടലുള്ള ആൾക്കൂട്ടം അവസാനിക്കുന്നവരെ ഉണ്ടായ ഒരു ജാഥ. ആൾക്കൂട്ടം കൂടുകയാണ് ചെയ്തത്. വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും ഒരു ബഹളങ്ങളും ഇല്ലാതെ ഇപ്പോ ഈ സുരേന്ദ്രന്റെ ജാഥ തുടങ്ങി എവിടെ അവസാനിക്കുന്നെന്ന് പറയാൻ പറ്റാത്ത പോലെ, അല്ലെങ്കിൽ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിടെ പരസ്പരം തമ്മിൽ തല്ലുന്നതില്ലാതെ, അല്ലെങ്കിൽ പോലീസുകാരെ ഉപയോഗിച്ച് അടിച്ചമർത്തലുകളില്ലാതെ തുടങ്ങി വിപ്ലവകരമായ ഒരു മുന്നേറ്റത്തോടു കൂടി അവസാനിപ്പിച്ചു. തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ച് വലിയൊരു ജാഥ നടത്താൻ SDPIക്ക് കഴിഞ്ഞു. അവരുടെ ഒരു സംഘാടക മികവ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ആ ഒരു സംഘാടക മികവ് തന്നെയാണ് ഈ 4 ജാഥകളിൽ നിന്നും SDPIയുടെ ജാഥയെ വ്യത്യസ്തമാക്കുന്നത്. അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് അതിന്റെ ദേശീയ പ്രസിഡന്റിന്റെ വീട്ടിൽ ED റെയ്ഡ് വന്നതെന്നൊക്കെ നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സത്യം ഇതാണ്. SDPI നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാത്തൊരു ശക്തിയായി വളർന്നിരിക്കുന്നു. അത് വരുന്ന ലോക്സഭ ഇലക്ഷന് പ്രതിധനിക്കും എന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. എന്തായാലും നവകേരള യാത്ര, സമരാഗ്നി, NDAയുടെ യാത്ര, SDPIയുടെ ജനമുന്നേറ്റ യാത്ര, ഇതിൽ ഞാൻ കൊടുക്കുന്നത് SDPIയുടെ ജനമുന്നേറ്റ യാത്രയ്ക്ക് തന്നെയാണ് മാർക്ക് കൊടുക്കുന്നത്. കാരണം അതിനത്ര ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത് തന്നെയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. എന്തായാലും ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.